അങ്ങനെ UPSCയുടെ 2024 പ്രിലിംസ് ഇതാ വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ UPSCയുടെ എക്സാമിനേഷൻ ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരും അതുപോലെ പല റിപ്പീറ്റേഴ്സും പല വട്ടം പഠിച്ച് എഴുതിയിട്ടുള്ള ആൾക്കാരും ഒക്കെ എക്സാം എഴുതുന്നുണ്ട്. അവരുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, നിങ്ങൾ ഇനി ഓവർ സ്ട്രെയിൻ ചെയ്യേണ്ട. ഈ എക്സാമിനേഷൻ കണ്ടന്റ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ക്രാക്ക് ചെയ്യേണ്ട പരീക്ഷയല്ല, ലോജിക്കും കോമൺ സെൻസും വെച്ച് ക്രാക്ക് ചെയ്യേണ്ട പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി കണ്ടന്റ് പഠിച്ചില്ലല്ലോ അല്ലെങ്കിൽ പഠിക്കാൻ മറന്നുപോയ കാര്യങ്ങൾ ഓർത്തൊന്നും ഇനി പാനിക് ആവേണ്ട കാര്യമില്ല. എക്സാം നന്നായിട്ട് കൊടുക്കാൻ എക്സാം ഹാളിൽ സൂപ്പർ കൂളായിട്ടിരുന്ന് നന്നായിട്ട് ചിന്തിച്ചാൽ ഉത്തരം കിട്ടും. അപ്പോൾ അതിനെ അങ്ങനെ കാണുക. ഇതാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം CSAT ആണ്. CSAT നിങ്ങൾ ഒരു കാര്യം എൻഷുർ ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി കിട്ടുന്നതിനേക്കാളും മെച്ചപ്പെട്ട റിസൾട്ടിലേക്ക് പോകാൻ പറ്റും. CSATൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു എന്ന് നിങ്ങൾ എൻഷുർ ചെയ്യുക. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചോദ്യങ്ങളും ഒരു വട്ടമെങ്കിലും കൃത്യമായി വായിക്കാൻ പ്ലാൻ ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ചോദ്യങ്ങൾ വിട്ടുപോകാതിരിക്കും. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിൽ ചിലപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങൾ തെറ്റിപ്പോകാറുണ്ട്. അത് എപ്പോഴാണ്? ഒരു ചോദ്യത്തിൽ തന്നെ 2 ഉത്തരങ്ങളിൽ സംശയം വരുമ്പോഴാണ് നമുക്ക് കോംപ്രിഹെൻഷനിലെ ക്വസ്റ്റ്യൻസ് തെറ്റുക. അപ്പോൾ അത് തെറ്റാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും കൂടി ഒന്ന് ആ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കുക. നമുക്ക് എന്നിട്ടും 50-50 ചാൻസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കൊരു ചോദ്യ പേപ്പറിൽ 4 ചോദ്യങ്ങളെ മാക്സിമം ഇങ്ങനെയുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുള്ളൂ. 4 ചോദ്യത്തിൽ കൂടുതലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആ 4 ചോദ്യം നിങ്ങൾ വെറുതെ റിസ്ക് എടുത്ത് കിട്ടേണ്ട മാർക്ക് കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. CSATൻ്റെ ചോദ്യങ്ങൾ പലപ്പോഴും ഫോർമുല ബേസ്ഡ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഫോർമുല ബേസ്ഡ് ആണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്നാൽ അങ്ങനെ അല്ല. UPSCയുടെ സിവിൽ സർവീസിൻ്റെ CSAT ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ നോളജ് അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ചോദ്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ റെഡ് ബോൾ വൈറ്റ് ബോൾ ചൂസ് ചെയ്യുന്ന ചോദ്യങ്ങൾ കാണുമല്ലോ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇൻഹറൻ്റ്ലി അതൊരു പ്രോബബിലിറ്റിയുടെ ചോദ്യമാണെന്നോ അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നോ ഒക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒരു ഗെയിം കളിക്കുന്ന ലാഘവത്തോടുകൂടി അതിനെ ഒന്ന് പ്രാക്ടിക്കലി ഇമാജിൻ ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പോൾ അതിനെയൊക്കെ അങ്ങനെ ഡീൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോർമുല അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി മറ്റൊരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഇനി പറയാൻ പോകുന്നൊരു കാര്യമാണ്. എക്സാം ഹാളിൽ കയറുന്ന ഉടനെ, എസ്പെഷ്യലി ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് കയറുന്ന ഉടനെ ഒരു പാനിക്കാവും. ആദ്യമായിട്ട് എഴുതുന്നതിൻ്റെ ഒരു പ്രഷർ ഉണ്ടാകും. അപ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കാം? ഇത്രയും ഓർക്കുക. നമ്മളൊരു ഗെയിം, ഒരു ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുവാണെങ്കിൽ ആദ്യമേ നമ്മൾ ഫസ്റ്റ് ബോളോട്ട് 6 അടിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ആദ്യം പതുക്കെ ബ്ലോക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് നിന്നാൽ മതി. പിന്നെ ആ ഗെയിമിൻ്റെ പേസ് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഹ്യൂജ് ഹിറ്റിങ്ങിലേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ ഫസ്റ്റ് ലാപ്പ്, അതായത് നമ്മൾ ആദ്യത്തെ ഒരു 1 അവർ അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ്, അതായത് ആദ്യത്തെ അരമണിക്കൂർ നിങ്ങൾ സ്ലോ പേസ്ഡ് ആയിട്ട് തന്നെ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ആദ്യമേ പാനിക്കായി ചിലപ്പോൾ ആദ്യത്തെ 10-15 ക്വസ്റ്റ്യൻ നമുക്ക് അത്രയും ഫേവറബിൾ ആയിട്ട് വരണം എന്നില്ല, നമുക്ക് അത്ര അറിയുന്ന ടോപ്പിക്കിൽ നിന്നുണ്ടാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പാനിക് ആവാതെ ക്വസ്റ്റ്യനെ പതുക്കെ മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിഥം ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് മതി നിങ്ങൾ സ്ട്രോങ് ഫുട്ടിങ്ങിലേക്ക് പോകേണ്ടത്. അതായത് ആദ്യം ചിലപ്പോൾ ആദ്യത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എന്നാൽ പോലും അതിനെ പെട്ടെന്ന് ഹിറ്റ് ചെയ്യാതെ, അതായത് പെട്ടെന്ന് നിങ്ങൾ ബബിൾ ചെയ്യാൻ നിൽക്കാണ്ട് പതുക്കെ ലീവ് ചെയ്ത് ദെൻ ആ പേസ് കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾ ആ പതുക്കെ ക്വസ്റ്റ്യനിലേക്ക് വരിക. അപ്പോൾ ഇഫക്റ്റീവ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 1 അവറിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 50 ക്വസ്റ്റ്യൻസ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. എന്നാലും പാനിക് ആവണ്ട. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും കയ്യിൽ കിട്ടും, അത് ഓർത്തിരിക്കുക. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ്. ഇനി എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം എന്ന് പലർക്കും സംശയം ഉണ്ടാകും. 2023 പ്രിലിംസ്, 2022 പ്രിലിംസ്, 2021 പ്രിലിംസ്, ഇതെല്ലാം വളരെ വ്യത്യസ്തമായ പ്രിലിംസ് എക്സാമുകളായിരുന്നു, നമുക്കറിയാം. അപ്പോൾ 2023 സപ്പോസ് ടു ബി ഡിഫിക്കൽട്ട് എക്സാം ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്? പലതരം സ്റ്റുഡൻസ് ഉണ്ട്. വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോകുന്ന, മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സിൽ ഇന്റർവ്യൂ ഒക്കെ പോയിട്ടുള്ള കാൻഡിഡേറ്റ്സും ഈ പരീക്ഷ എഴുതുന്നുണ്ട്. ഫ്രഷ് സ്റ്റുഡൻസും, അതായത് ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സും ഈ പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കണ്ടന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും 2 ധ്രുവങ്ങളിലായിരിക്കും. ചിലർ ബിഗിനേഴ്സ് ആയിരിക്കും, ചിലർ എക്സ്പേർട്ടായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഒത്തിരി പഠിച്ച ആൾക്കാരും കണ്ടന്റ് ഒത്തിരി ഉള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇഫക്റ്റീവ്ലി ഇത് മാറ്റർ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം വെൽ പ്രിപ്പയർഡ് ആയിട്ട് വളരെ സീനിയർ ആയിട്ടൊരു ആസ്പിറന്റ് എക്സാം ഹാളിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഉറപ്പായിട്ടും ശരിയാകാൻ പോകുന്നത്, അല്ലെങ്കിൽ അയാൾ തീർച്ചയായിട്ടും തെറ്റിക്കില്ലാത്ത ചോദ്യം എന്ന് പറയാൻ പറ്റുന്നത് ഒരു 25-30 ക്വസ്റ്റ്യൻസ് മാത്രമേ കാണുള്ളൂ. 25-30 മാക്സിമം. ബാക്കിയൊക്കെ 70 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 70യും ആ സ്ഥലത്തിരുന്ന് അയാൾ ക്ലിയർ ചെയ്തെടുക്കേണ്ടതാണ്. ഇനി ഒരു ആവറേജ് പ്രിപ്പറേഷൻ നടത്തി പോകുന്ന ഒരു ഫസ്റ്റ് അറ്റംപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറപ്പായിട്ടും ശരിയാക്കാൻ പറ്റുന്നത് ഒരു 15 മുതൽ 20 ക്വസ്റ്റ്യൻ വരെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻ തന്നെ വയ്ക്കൂ. 15 ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അയാൾക്ക് ശരിയാക്കാനായിട്ട് ഇനി എത്ര ക്വസ്റ്റ്യൻ വേണം? 85 ക്വസ്റ്റ്യൻസ് വേണം. അപ്പോൾ ഇഫക്റ്റീവ്ലി വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോകുന്ന ഒരാൾക്ക് 75 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 70 ക്വസ്റ്റ്യൻസ് ശരിയാക്കേണ്ടിയിരിക്കുന്നു പുതുതായിട്ട്. ആവറേജ് പ്രിപ്പറേഷൻ ചെയ്ത് പോകുന്ന ആൾക്ക് 85 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യനാണ് ശരിക്കും വ്യത്യാസം വരുന്നുള്ളൂ ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ആളും നോർമൽ പ്രിപ്പറേഷൻ കഴിഞ്ഞ ആളും തമ്മിൽ. അങ്ങനെയാണെങ്കിൽ
ശരിക്കും ഗെയിം എവിടെ ഇരിക്കുന്നത്? നമ്മൾ അവിടെ പോയി ചെയ്യേണ്ട 70 ക്വസ്റ്റ്യനും 80-85 ക്വസ്റ്റ്യനും. അപ്പോൾ ഈ 80 ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ആ 80 ക്വസ്റ്റ്യൻസ് നിങ്ങളും ഒരു വെറ്ററനും ഒരേ ഫൂട്ടിങ്ങിലാണ്. അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ അവിടെ നമ്മുടെ ലോജിക്കും പ്രസൻസ് ഓഫ് മൈൻഡും നമ്മുടെ കോമൺ സെൻസും ഈ കാര്യങ്ങളാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്ത് പാനിക് ആയി പോയി കഴിഞ്ഞാൽ ഇതൊന്നും വർക്ക് ചെയ്യില്ല. പാനിക് ആവേണ്ട കൂൾ ഹെഡഡ് ആയിട്ടിരുന്ന് ഇതൊക്കെ ഒന്ന് ആലോചിച്ചെടുത്താൽ ഉത്തരം കിട്ടും. മറ്റൊരു കാര്യം, പല ആസ്പിറൻസും പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എക്സാം ചെയ്തിട്ട് ഉത്തരങ്ങളൊക്കെ ടിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ബബിൾ ചെയ്യാന്ന്. പലപ്പോഴും ആസ്പിറൻസിനെ കാണാറുണ്ട് ടിക്ക് ചെയ്ത കാര്യങ്ങൾ ബബിൾ ചെയ്യാൻ സമയം കിട്ടാതെ പോവുകയോ അല്ലെങ്കിൽ ബബിൾ ചെയ്തതിൽ തെറ്റ് വരുത്തുകയോ ചെയ്യുന്നത്. നിങ്ങളത് ദയവായി ചെയ്യാതിരിക്കുക. ഉത്തരം കിട്ടുന്ന മുറയ്ക്ക് തന്നെ ബബിൾ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക. അവസാനമായിട്ടൊരു കാര്യം കൂടി, എക്സാം കഴിഞ്ഞ് പല ആൾക്കാരും പല തരത്തിലുള്ള ഡിസ്കഷൻസിലേക്ക് പോകാറുണ്ട്. ഫസ്റ്റ് എക്സാം കഴിഞ്ഞ ഉടനെ എക്സാം ഡിഫിക്കൽട്ടായിരുന്നു, അത് എളുപ്പമായിരുന്നു, ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇതല്ലേ, അങ്ങനെയൊക്കെ പലരും പറഞ്ഞു കേൾക്കുകയും ചോദ്യങ്ങൾ വരികയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നിങ്ങൾ അതിലേക്കൊന്നും അധികം ശ്രദ്ധ കൊടുക്കാതെ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല എക്സാമിനെ കാണുക. അതുകൊണ്ട് തന്നെ യു ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ദി നെക്സ്റ്റ് എക്സാം. കഴിഞ്ഞ എക്സാമിൻ്റെ ബാഗേജുമായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പോകരുത്. GS പേപ്പറിൻ്റെ ബാഗേജുമായിട്ട് CSAT-ലേക്ക് പോകരുത്. GS കഴിഞ്ഞാൽ കഴിഞ്ഞു. GS-ന് ശേഷം പുതിയൊരു പേപ്പറാണ് CSAT. അതിനെ വളരെ ഫ്രഷ് ആയിട്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ എക്സാമിന് ശേഷമുള്ള ഡിസ്കഷൻസ് മിതമാക്കുക. ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് ആൻഡ് ഗിവ് യുവർ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.